വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് ഉടൻ പാസ്സാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പിലാക്കും. റെയിൽവേക്കെതിരായ ഭീകര പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് സ്വത്തിൽ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് 2024 പാർലമെന്റിൽ അവതരിപ്പിച്ചത്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള ബിൽ ഉടൻ പാസാക്കുമെന്ന് അമിത് ഷാ പറഞ്ഞു. പുതുക്കിയ 3 ക്രിമിനൽ നിയമങ്ങളും രാജ്യത്തെ നീതി നിർവഹണ വ്യവസ്ഥ ഏറെ സുതാര്യമാക്കി. FIR രജിസ്റ്റർ ചെയ്ത് 1 വർഷത്തിനകം സുപ്രീം കോടതിയിൽ വരെ കേസുകൾ തീർപ്പാക്കാനുള്ള കാര്യക്ഷമത 3 വർഷത്തിനകം നീതിന്യായ വ്യവസ്ഥ ആർജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. परंतु आप तीनों कानूनों का अध्ययन करेंगे तो हमने तीनों स्तर पर, जुडिशरी के स्तर पर, प्रोसिक्यूशन के स्तर पर और इन्वेस्टिगेशन के स्तर पर 73 जगह पर समय मर्यादाओं को कर्टेल करने के लिए नए कानूनी प्रावधान लाए। हमने इन्वेस्टिगेशन को साइंटिफिक करने के लिए FSL को कंपलसरी किया है, जिससे कोई और ज्यादा साक्ष्य की जरूरत न पड़े, साइंटिफिक एविडेंस के आधार पर ही किसी को सजा दिलाई जा सके। मैं विश्वास करता हूं कि 3 साल के बाद, आने वाले 3 साल के बाद जो भी FIR रजिस्टर्ड होगी, इसका 1 साल में सुप्रीम कोर्ट तक केस का फाइनलाइजेशन हो जाए. സർക്കാരിന്റെ 100 ദിവസത്തെ നേട്ടങ്ങൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു അമിത് ഷായുടെ പ്രതികരണം. സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് ഭാരതം 10 വർഷത്തിനുള്ളിൽ മുൻനിര രാജ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. गुजरात के सानंद में सेमीकंडक्टर की इकाई स्थापित की गई और मैं आपको बड़े विश्वास के साथ बताता हूं कि आने वाले 10 सालों में भारत सेमीकंडक्टर के क्षेत्र में एक बहुत बड़ा प्लेयर बनके उभरेगा. റെയിൽവേക്കെതിരെ നടന്ന അതിക്രമ സംഭവങ്ങളിൽ കർശന നടപടിയുണ്ടാകുമെന്നും അമിത് ഷാ വ്യക്തമാക്കി. 1,10,000 किलोमीटर की रेल पटरी का नेटवर्क है. CBI, NIA, रेल पुलिस और गृह मंत्रालय चारों बड़ी शिद्दत के साथ इसके प्रोटेक्शन की हम स्कीम भी बना रहे हैं और आगे पर कोई सैबोटेज की घटना न हो, इस पर क्रियान्वयन कर रहे हैं. अभी इस प्रकार की वृत्ति नजर में आई है. हम इस पर कठोरता से संज्ञान भी लिया है और एक योजना लेकर भी आ रहे हैं. മൂലധന നിക്ഷേപത്തിൽ വൻതോതിൽ വളർച്ചയുണ്ടായതിനെ തുടർന്ന് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു. വനവാസി ക്ഷേമത്തിലും കാര്യക്ഷമമായ പദ്ധതികൾ മോദി സർക്കാരിന് നടപ്പാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം.